ഇപ്പൊ എന്ത് സംഭവം നമ്മളിലേക്ക് വന്നാലും നമ്മളൊരക്ഷരം മിണ്ടാൻ പോകരുത്. കാരണം നമ്മൾക്ക് വിവരമുള്ളവനാണ് അല്ലേ? വിവരദോഷിയാണ് അവിടെ ഇരുന്ന്. അപ്പൊ ചിലവര് ഇങ്ങനെ അമ്പലത്തിലൊക്കെ വന്നിട്ട് ശത്രുദോഷം ബാധിച്ച ആൾക്കാരെ പറഞ്ഞ് പ്രാകുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങനെ അടങ്ങിപ്പോവും. അവൻ മരിച്ചു പോണം, കിടന്നു പോണം, കാലും കൈയും വെട്ടി മുറുക്കണം. ഇതൊക്കെ പറയുന്ന ആരോടാ പറയുന്നേ? ഞാൻ മിക്കവാറും കേൾക്കുന്നതാണ്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് അപകടം ഉണ്ടായി അയാളുടെ കാലിനായിരിക്കും വരുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ശവിക്കാനല്ല ക്ഷേത്രങ്ങളിൽ പോണം. അപ്പോൾ ഭഗവതിയെ കണ്ട് ഭഗവതിയുടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരിക. ഇതാണ് ശത്രുദോഷത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. അതെ. അതുപോലെ ദേവി മന്ത്രങ്ങൾ, ഭദ്രകാളി മന്ത്രം, അതുപോലുള്ള ദേവി മന്ത്രങ്ങൾ, ഭദ്രകാളി 10 എന്നും പറഞ്ഞൊരു ഇതുണ്ട്. ഭദ്രകാളി 10 അത് ജപിക്കുമ്പോൾ നല്ല സൂപ്പറാണ്.